Watching moments of my life flash in my mind. It took a million miles to finally get to you. If you only knew, and I could show you every frame and scar, but none of it would matter in your arms. I just wanna crash into you and breathe in the moment. Time barely moves, and we don't even notice. My heart's breaking open. Breathe in the moment. Pieces of my soul got ripped away, but in the light of you they somehow get replaced. And I could show you every faded scar, but none of it would matter in your arms. I just wanna crash into you and breathe in the moment. Time barely moves, and we don't even notice. My heart's breaking open. Breathe in the moment. Breathe in the moment. കർത്താവായ ഈശോയെ, ഈ ഭവനത്തെയും ഭവനത്തിലെ അങ്ങയുടെ മക്കളെയും ഞങ്ങളെല്ലാവരെയും അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വിവരതയും ഈശോയെ സമർപ്പിക്കുന്നു. അമ്മ മാതാവെ കലാലെ കല്യാണത്തിൽ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ടി മത്സരം പ്രാർത്ഥിച്ചപ്പോൾ ആ കുടുംബത്തെ അത്ഭുതം സംഭവിച്ചതുപോലെ ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും എല്ലാ ആധ്യാത്മികവും ഭൗതികമായ എല്ലാ കാര്യങ്ങളിലും അത്ഭുതകരമായ ദൈവത്തിൻ്റെ ഇടപെട്ടവരും പരിശുദ്ധാത്മാവിന് നിറവുണ്ടാകുന്നതിന് വേണ്ടി അമ്മയെ തിരുക്കുവാൻ സാധ്യത പ്രാർത്ഥിക്കണമേ. സാരവീസിലെ സലമാലാകാമലെ മോശവാസികളെ ഞങ്ങൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പ്രത്യേകിച്ച് കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ഇതിനാത്മാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ലോകമുള്ള എല്ലാ മനുഷ്യാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കുടുംബത്തെ മാതാപിതാക്കളെ കുടുംബത്തിൽ മരിച്ചു പോയിരിക്കുന്ന എല്ലാ ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങളുടെ പൂർവികർക്ക് മരിച്ചു പോയിരിക്കുന്നവരോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായ ഇടപെടലുകൾ ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഈ കുടുംബത്തിന് വേണ്ടി ഈശോയുടെ മുതിർത്താൻ കരങ്ങളിലേക്ക് നമ്മൾക്ക് ഈ മക്കളെ കുടുംബത്തെ മുഴുവൻ സമർപ്പിക്കാം.
പ്രത്യേകിച്ച് ക്രിസ്ത്യനെയും കുടുംബാംഗങ്ങളെ സഹോദരങ്ങളുടെ കുടുംബാംഗങ്ങളെ എല്ലാവരും അമ്മയുടെ കാര്യങ്ങൾ വീശയ്ക്ക് സൂക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവ് എല്ലാവരും നിറയപ്പെടുന്ന വേണ്ടി ദൈവത്തിന് അനുഗ്രഹത്താൽ നിറഞ്ഞ് ജീവിക്കാനുള്ള കൃപ നൽകാൻ പ്രാർത്ഥിക്കുന്നു. ജീവിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ജീവിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അതിന് സ്നേഹനായിരിക്കും ഒന്നല്ല കർത്താവ് ചേർന്നയാണ് നടിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ടി ചേർന്നയാണ് ദൈവം യോജിപ്പിക്കുന്ന ഈ നിമിഷങ്ങളിൽ, ഈ ദിവസങ്ങളിൽ, സംവാദം നടത്തുന്ന ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവിനായിട്ട് നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ ചടങ്ങുകളും ശുശ്രൂഷകളും പരിശുദ്ധാത്മ നിറയപ്പെടുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന ജീവിതത്തിന് ഉടമകളായി തീരാൻ ഇവരെ അനുഗ്രഹിക്കണേ. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും മരങ്ങളും ഫലങ്ങളും കൊണ്ട് നടക്കണേ. ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും അവരുടെ കുടുംബങ്ങളിലെയും ശുശ്രൂഷകരും എല്ലാ സാഹചര്യങ്ങളും പരിചാത്മാ നിറയപ്പെടാൻ പ്രാർത്ഥിക്കണമേ. ഒരു നിമിഷം നമുക്ക് ഈശോയെ സ്തുതിച്ചു. ദൈവം നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു. വലിയ അനുഗ്രഹമാണ് ദൈവം തന്നിരിക്കുന്നത്. യേശുവെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ദൈവമേ സ്തുതി കർത്താവേ, സ്തുതി കർത്താവേ, സ്വാതന്ത്ര്യം കർത്താവേ, മകത്തം കർത്താവേ, നന്ദി കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന കർത്താവിൻ്റെ വാഗ്ദാനം നമ്മളിലും എല്ലാവരിലും കേൾക്കുന്നവരിലും കുടുംബത്തിലും എല്ലാവരിലും ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നമുക്ക് ദിവസം പ്രാർത്ഥിക്കാം. യേശുവെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തുതി. റോമാക്കാർക്ക് ലേഖനം 12-ാം അധ്യായം 9 മുതൽ നമുക്ക് ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കാം. റോമാക്കാർക്ക് ലേഖനം 12-ാം അധ്യായം 9 മുതൽ നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. തിന്മയെ ദ്വേഷിക്കുകയും നന്മയെ മുറുകെ പിടിക്കുകയും നിങ്ങൾ അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കും. പ്രത്യാശയിൽ സന്തോഷിക്കുവാൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവാൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവാൻ, വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവാൻ, അതിഥി സൽക്കാരത്തിൽ തൽപരരാകുവാൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കുവാൻ, കരയുന്നവരോട് കൂടി കരയുവാൻ, നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർത്തിക്കുവാൻ, ഔദത്യം പടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരുവാൻ. ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾ നടിക്കരുത്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. ഏവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുവിൻ. സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കും. പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കും. എന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, പ്രതികാരം എൻ്റേതാണ്, ഞാൻ പകരപ്പെട്ടു എന്നും കർത്താവ് അരുളി ചെയ്യുന്നു. മാത്രമല്ല, നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കരലുകൾ പൂരവും. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുകയും. കർത്താവായ യേശുക്കുറിച്ച് നമുക്ക് തന്നിരിക്കുന്ന ജീവിത ശൈലിയെക്കുറിച്ച്, എങ്ങനെയാണ് ക്രിസ്ത്യാനി ജീവിക്കേണ്ടത്, ഒരു മനുഷ്യൻ ക്രിസ്ത്യാനിയല്ല, ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് എങ്ങനെ എന്ന് തന്നിരിക്കുന്ന വചനത്തിലാണ്, പല സപ്പസിലൂടെ തന്നിരിക്കുന്നതാണ്. അതിൽ ക്രിസ്തുവിനെ അറിഞ്ഞ് നമ്മൾ ക്രിസ്ത്യാനികളായി ജീവിക്കേണ്ടത് നമ്മൾ ഈ വചനം അനുസരിച്ച് ചെയ്യും. ഇതാണ് ക്രിസ്തുവിൻ്റെ നിയമം. ഇതിനപ്പുറം മറ്റൊരു നിയമമില്ല. ഇതുപോലെ ജീവിക്കുന്ന ഒരാൾ അവരാണ് ക്രിസ്ത്യാനി. ജീവിക്കാത്തതും ക്രിസ്ത്യാനിയല്ല, ക്രിസ്തുവിൻ്റെ നാമധാരി മാത്രമല്ല. അപ്പോൾ മറ്റുള്ളവരെ നോക്കി നമ്മൾ വിധി കൽപ്പിക്കാതെ നമ്മൾ നമ്മിലേക്ക് തന്നെ തിരിഞ്ഞുകൊണ്ട് ഈ ദൈവത്തിൻ്റെ വചനം എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പരാജയം സംഭവിച്ചിരിക്കുന്നതാണ്. യേശുക്കുറിച്ച് വിശ്വസിക്കാൻ മാത്രമല്ല, അവനോട് സഹിക്കാനുള്ള അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. ക്രിസ്ത്യാനികൾക്ക് പലപ്പോഴും സഹനങ്ങളുണ്ടാകും. അത് യേശുവിൻ്റെ സമയത്തോട് ചേർന്ന സഹനമാണ്. പ്രത്യേകിച്ച് ഈ കുടുംബത്തെ നമുക്ക് സ്മരിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കാം. അമ്മ മാതാവേ, ഇടപെടരുത്. നമുക്ക് നിത്യസഹായ പ്രാർത്ഥിക്കാം. അതിനെ പാട്ടുപാടി പ്രാർത്ഥിക്കാം. നിത്യസഹായമാതേ പ്രാർത്ഥിക്കാം ഞങ്ങൾക്കായി, മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാം. സ്നേഹമാതേ നീറുന്ന മനസ്സങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ കേഴും നമ്മെ കേൾക്കണേ രോദനങ്ങൾ, നൽകണേ നൽവരങ്ങൾ, നിൻ ദിവ്യ സൂനുവിങ്കൽ ചേർക്കണേ മക്കളെ. നിത്യസഹായമാതേ പ്രാർത്ഥിക്കാം ഞങ്ങൾക്കായി, കർത്താവോട് വിജയ പ്രാർത്ഥന നമുക്ക് പൂർണ്ണ മനസ്സോളം പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശരീരത്തോടും ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞ വചനം അനുസരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർത്ത്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾക്ക്
പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ഈ മകളുടെ ജീവിതത്തിൽ ഉടനീളം അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. അങ്ങ് തിരിക്കുവാനും അമ്മ മകളുടെ കൂടെ ഉണ്ടായിരിക്കണം. എല്ലാ മേഖലയിലും അനുഗ്രഹപ്രദമായ ജീവിതത്തിന് ഉടമകളാക്കി മാറ്റണം. നമ്മൾ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതമായി ഓടി വന്ന് എന്റെ സഹായം അപേക്ഷിച്ച് അപേക്ഷയുടെ സഹായത്തായി ഒരെങ്കിലും നിങ്ങൾ കേൾപ്പെട്ടവരോ അത് കേൾക്കപ്പെട്ടില്ലാതെ മാതാവേ, ഇവനോട് സ്ഥാനത്താർക്കപ്പെട്ടു പാദ്യങ്ങൾ ഞാൻ കണ്ടിരിച്ചെത്തിയ ഭാവിയായ ഞാൻ നിന്റെ തേടി ആളുടെ കാത്തുകൊണ്ട് സമൂഹത്തിൽ നിൽക്കുന്നു. അവതരിച്ച മാതാവേ, എന്റെ മേലെ പേരിലുള്ള ഈശോയെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വാഗ്ദാനം ചെയ്യുന്നത് ഞാൻ വാഗ്ദാനം ചെയ്യുന്നത് ഇവരുടെ വിവാഹ സമ്മതത്തിന്റെ പിതൃക്രമങ്ങളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കുവാനായി ഇവിടെ എത്തിയിരിക്കുന്ന ഞങ്ങൾ ഏവരെയും ഏറ്റവും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ തിരുക്കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വിവാഹ വാഗ്ദാനത്തിന്റെ ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് ജീവനും ജിൽജിയും എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വിളി സ്വീകരിച്ച് വിവാഹത്തിൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാനുള്ള തങ്ങളുടെ സമ്മതം പരസ്യമായി പ്രഖ്യാപിക്കുവാൻ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്ന ജീവനെയും ജിൽജിയെയും ആശീർവദിക്കണമേ. മാതൃകാപരമായ കുടുംബജീവിതത്തിന് തങ്ങളെ തന്നെ ഒരുക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അഭംഗിലമായ മാർഗത്തിൽ ചരിക്കുന്നവരും കർത്താവിന്റെ നിയമം അനുസരിക്കുന്നവരും ഭാഗ്യവാന്മാർ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. അങ്ങയുടെ കൽപ്പനകൾ വിട്ടു നടക്കുവാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. സമ്പൽ സമൃദ്ധിയിൽ എന്ന പോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടരുന്നതിൽ ഞാൻ ആനന്ദിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹമെന്ന കുദാശ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്ന ഇവരെ അങ്ങയുടെ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. വിവാഹ ജീവിതത്തിന്റെ മാഹാത്മ്യം മനസ്സിലാക്കുവാനും അതിനുവേണ്ടി സ്വയം സജ്ജമാക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ വചനം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞാൻ മനുഷ്യരുടെയും ദേവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല, സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സ്വന്തത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് കർത്താവിൽ നിന്ന് പരിശോധന ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച
നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 15 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. ഇതാണ് എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന ജീവൻ ജൽജി, ഇവരുടെയും മാതാപിതാക്കളെ, ബന്ധുമിത്രാദികളെ, സ്നേഹിതരെ, വിവാഹമെന്ന കൂദാശ സ്വീകരണത്തിന്റെ ഒരുക്കമായി ജീവനും ജിൽജിയും തങ്ങളുടെ വിവാഹ സമ്മതം രേഖപ്പെടുത്തുന്ന തിരുക്കർമ്മങ്ങളിലാണ്. നിങ്ങൾക്ക് ഇരുവർക്കും ഈ ദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനാശംസകളും ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു. വിവാഹ ജീവിതം സ്വപ്നം കണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങുകയായിരുന്നു. ദൈവസന്നിധിയിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ദൈവം വിവാഹമെന്ന കൂദാശയിലൂടെ നിങ്ങളെ അനുഗ്രഹിച്ച് നല്ലൊരു കുടുംബജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ദൈവാനുഗ്രഹവും പ്രദാനം ചെയ്യുകയാണ് ഈ ദിവസങ്ങളിൽ. ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് അനുഗ്രഹമായി നൽകുന്ന വചനം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്ന വചനമാണ്. ദാമ്പത്യ ജീവിതത്തിന്റെ അന്തഃസത്തയാണ് പരസ്പര സ്നേഹം. ഈശോ അതിന് മാതൃകയായി നൽകുന്നത് ഈശോയുടെ തന്നെ സ്നേഹമാണ്. ഈശോയുടെ സ്നേഹം എപ്രകാരമുള്ളതാണെന്ന് ഈശോയുടെ കുരിശിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. അവിടുന്ന് സ്വന്തം ജീവൻ നൽകി നമ്മെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അതുപോലെയാണ് ആ സ്നേഹമാണ് ജീവനും ജിൽജിക്കും മാതൃകയാക്കേണ്ടത്. ജീവൻ ജിൽജിക്ക് വേണ്ടിയും ജിൽജി ജീവന് വേണ്ടിയും ജീവൻ അർപ്പിക്കുന്ന സ്നേഹം നൽകുവാൻ ഇന്നു മുതൽ നിങ്ങൾ തയ്യാറാവുക. ആ ദൈവസ്നേഹം നിങ്ങളിൽ എന്നും നിറഞ്ഞു നിൽക്കുവാൻ ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ആശംസകൾ നേരുകയാണ്. ത്രിത്വൈക ദൈവത്തിന്റെ സ്നേഹ കൂട്ടായ്മയാണ് നിങ്ങളുടെ ജീവിതത്തിന് മാതൃക. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിന്റെ കൂട്ടായ്മ. പിതാവിന്റെ അതേ മനസ്സ് തന്നെയായിരുന്നു പുത്രനും, പുത്രന്റെ മനസ്സ് തന്നെയായിരുന്നു പരിശുദ്ധാത്മാവിനും. ഒരേ മനസ്സും ഒരേ ഹൃദയവുമുള്ള അവരെ പോലെ ഈശോയുടെ തിരുക്കുടുംബം, പരിശുദ്ധ അമ്മയും യോസേപ്പ് പിതാവും ഉണ്ണിയേശുവും അടങ്ങുന്ന തിരുക്കുടുംബം, ആ കുടുംബവും നിങ്ങൾക്ക് മാതൃകയായി നിങ്ങളുടെ കൺമുൻപിലുണ്ട്. ആ കൂട്ടായ്മ സ്വന്തമാക്കിക്കൊണ്ട് ജീവന്റെയും ജിൽജിയുടെയും കുടുംബജീവിതം തിരുക്കുടുംബം പോലെ ആയിത്തീരട്ടെ എന്ന് ഞങ്ങൾ ഓരോരുത്തർ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആദ്യ സ്നേഹം അവസാനം വരെ നിലനിൽക്കുവാൻ, വിശ്വസ്തയോടും ഐക്യത്തോടും ത്യാഗമനോഭാവത്തോടും കൂടി നിലനിൽക്കുവാൻ എല്ലാ ദൈവാനുഗ്രഹവും യോസേപ്പ് പിതാവും ഉണ്ണിയേശുവും പരിശുദ്ധ കന്യകാമറിയവും നിങ്ങൾക്ക് തങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന വഴി നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നിങ്ങളുടെ ഈ വിവാഹ സമൂഹത്തിന്റെയും ശനിയാഴ്ച നിങ്ങളുടെ വിവാഹം നടക്കുമ്പോൾ അതും മംഗളകരമായി നടക്കുവാനും തുടർന്നുള്ള ദാമ്പത്യ ജീവിതം അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തീയ വിവാഹം ദൈവമായുള്ള ഉടമ്പടിയാണെന്നും മരണം വരെ നിലനിൽക്കുന്നതാണെന്നുള്ള ബോധ്യത്തോടെ ഇവർ ഇന്ന് ഈ കൂദാശ സ്വീകരിക്കുന്നൊരുങ്ങുവാൻ ഈശോയാണ് ഇവരെ പരസ്പരം യോജിപ്പിക്കുന്നതെന്ന് അറിയുവാനും വിവാഹ ജീവിതത്തിന് പരസ്പരം ഐക്യവും വിശ്വസ്തയും ആവശ്യമാണെന്ന് ബോധ്യപ്പെടുവാനും പ്രത്യേകപരമായ പ്രാർത്ഥനയിലൂടെ വിവാഹത്തെ സജ്ജമാക്കുവാനും വിവാഹ സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. ജിവിൻ ജിൽജി, സ്വർഗീയ മണവാളനായ ക്രിസ്തു തന്റെ മണവാട്ടിയായ സഭയെ സ്നേഹിക്കുകയും അവൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുകയും ചെയ്തു. സഭ അവിടത്തോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്നു. ക്രിസ്തീയ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ
വിവാഹത്തിന്റെ ഈ കൗതാശിക സ്വഭാവം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഉത്തരവാദിത്വ ബോധത്തോടെയും പൂർണ്ണ മനസ്സോടെയുമാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നതെന്നും പരസ്യമായി പ്രഖ്യാപിക്കുവാൻ സഭ നിങ്ങൾക്കിപ്പോൾ അവസരം നൽകുകയാണ്. അതിനാൽ നിങ്ങളുടെ സമ്മതം ഇപ്പോൾ വ്യക്തമാക്കുക. ജിവിൻ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ജിബ്ജിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? ജിബ്ജി, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ജിവിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? നിങ്ങൾ ഈ വിവാഹ വാഗ്ദാനത്തിന് സാക്ഷികളാണല്ലോ. നിങ്ങളുടെ വിവാഹ വാഗ്ദാനം സഫലമാകുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ എപ്പോഴും അനുഗ്രഹിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വധുവരന്മാരെ പ്രത്യേകമായ വിധം അനുഗ്രഹിച്ച മിശിഹായുടെ സാന്നിധ്യം അനുഭവിച്ചും അവിടുത്തെ സ്നേഹത്തിൽ ആശ്രയിച്ചും പ്രാർത്ഥനാ നിർഭരരായി വിവാഹത്തിന് ഒരുങ്ങുവാൻ കാരുണ്യവാനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി വിവാഹമെന്ന കൂദാശ സ്വീകരിക്കുവാനും നിങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും സുസ്ഥിതിയും അവിടുന്ന് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളെയും നിങ്ങളെ ദൈവിക സ്നേഹത്തിൽ വളർത്തിയ നിങ്ങളുടെ മാതാപിതാക്കളെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
മെല്ലെ മെല്ലെ കൈനീട്ടും മായാമഞ്ഞിൻ താഴ്വാരം പെയ്യുന്നേതോ വെൺമേഘം പൊന്നും പൂവും മാവോളം തോരാതുള്ളിൽ തേനലയായി നീലവയിൽ താളമിടും നാളമിടി കണ്ണാടിയിൽ നൂറുനിറം തേടി വരും നാട് മനസ്സിൻ വാടിയിൽ വഴിമറഞ്ഞ മഞ്ഞുകാലമോ മതിമറന്നു മെല്ലെ വന്ന് മെയ്യൊഴിഞ്ഞുവോ വെറുതെ എന്ന് ചൊല്ലി എന്തിനോ കാണാക്കിനാവെറിഞ്ഞോ മിഴികളിന്ന് കണ്ട വർണ്ണമോ മായാതെ മാറി വെല്ല് പോലെ മിന്നിയോ ദൂരേതൊരുയലടിയോ സദാ പദ സരുഗ സദാ പദഗ പരേ ധദവ ഗബദ സരഗ പദരേ മഗ മസരേ ദഗ രഗ പദരേ സ It's a new world out there, go make it. Doesn't it matter? Reach out for the stars and fly. പുതിയൊരു ലോകം ഇളം തെന്നൽ മൂളുന്ന ഗാനം ഇളവയിൽ പോലുള്ള സ്നേഹം കിനാക്കൾ കടം തന്ന ലോകം മലത്തിൻ്റെ ഓരോ മുട്ടും ഓരോ സ്വപ്നം അവയിൽ കാണാനാകും നീതോരോ ആരാരോ പാടുവതാതെ നീ ഹാരാർദ്രരാഗം അറിയാമോ പിറാക്കളെ ഇങ്ങനെ ജീവിതം പുതിയൊരു ലോകം ഇളം തെന്നൽ മൂളുന്ന ഗാനം It's a new world out there, go.
संगम